സാലീസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ വീണ്ടും ഞാൻ പ്രകൃതിയിലേക്ക് ഇറങ്ങിയേക്കാണ് കേട്ടോ. കാരണം കണ്ടോ, ഈ നല്ല ചെമ്പരത്തിപ്പൂല്ലെന്നൊക്കെ ഇത് ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ താഴെ ഉള്ളതാണ് കേട്ടോ. ഇഷ്ടം പോലെ ചെമ്പരത്തിപ്പൂവാണ്. അപ്പം നമുക്കിന്ന് ചെമ്പരത്തിപ്പൂവായിട്ട് എന്താ ചെയ്യാൻ പറ്റണേന്ന് നോക്കാം. കുറേ കാലമായി ചെമ്പരത്തിപ്പൂ വെച്ചിട്ടൊരു ജ്യൂസ് ഉണ്ടാക്കണമെന്ന് ഇങ്ങനെ വിചാരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇത്രയും ചെമ്പരത്തിപ്പൂ വേണ്ടപ്പോൾ നമ്മളങ്ങനെ വിട്ട് കളയാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് കുറച്ച് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും പൂ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇത്രയും പറിച്ചോളൂ കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രമേ പറിച്ചോളൂ. 2 ജ്യൂസ് ഉണ്ടാക്കാനുള്ളത് അത് പറിച്ചു. എന്നിട്ട് ഇനി അതിനെ ഒന്ന് ഇതളുകളൊക്കെ ഒന്ന് അടർത്തിയെടുക്കുകയാണ്. അതിൻ്റെ സെൻറ്ററിലുള്ള ആ ഒരു പോർഷൻ നമുക്ക് വേണ്ട. ഇതുപോലത്തെ ആ ഒരു ഇല്ല, അതിൻ്റെ ഇതളില്ലേ, ആ ഇതൾ മാത്രം മതി. ഇത്രയും സുന്ദരിക്കുട്ടിയായ ചെമ്പരത്തിപ്പൂവിനെ ഇങ്ങനെ പല ഭാഗങ്ങളായിട്ടൊക്കെ പിച്ച് ചെയ്യുന്നതിന് എനിക്ക് ഒത്തിരി സങ്കടമുണ്ട് കേട്ടോ. കാരണം എന്ത് ഭംഗി അതിനെ കാണാനല്ലേ. നല്ല ഒന്നാന്തരം ദൈവനമ്പരാൻ ഓരോന്നിനെ സൃഷ്ടിച്ച് വെച്ചേക്കണം. നോക്കി എന്ത് രസമായിട്ടാണ്. അപ്പോൾ എനിവേ നമുക്കിപ്പോൾ എന്തായാലും ജ്യൂസ് കുടിക്കാണ്ട് പറ്റുമല്ലോ. ഇപ്പോൾ കണ്ട അതിൻ്റെ ആ ചെറിയ സെൻറ്ററിൽ നിൽക്കുന്ന ആ പോർഷൻ നോക്കി, അതുപോലും കാണാൻ എന്ത് രസം നോക്കി. അപ്പോൾ അതിനെല്ലാം ഞാൻ സെപ്പറേറ്റ് ചെയ്തു. ഇനി നമുക്കിതിനൊന്ന് വാഷ് ചെയ്തെടുക്കണം. കാരണം എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും പൊടി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനെ വാഷ് ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? നമ്മളൊരു സോസ് പാൻ്റെ അകത്തേക്ക് ഇതിനൊന്ന് ഇട്ട് കൊടുക്കുക. ഏതെങ്കിലും ഒരു പാൻ മതി കേട്ടോ. ഞാനൊരു സോസ് പാൻ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്തേക്ക് ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ ഈ കഴുകി വൃത്തിയാക്കി വെച്ചേക്കണ പെറ്റൽസ് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ തിളപ്പിക്കുക. അത് നല്ലപോലെ തിളച്ച് വന്നു കഴിയുമ്പോൾ ഈ കളറിലേക്ക് വരും. ഈ കളർ കണ്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നും കൂടി നമ്മൾ തിളപ്പിച്ചോ, കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി 2-3 തിളയായാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇതിനെ ഒന്നുപോലെ കോരി മാറ്റുക, ആ ഇതളുകളൊക്കെ കോരി മാറ്റുക. അല്ലെന്നുണ്ടെങ്കിൽ ഒരു അരിപ്പയിൽ അരിച്ചെടുക്കുക. ഇങ്ങനെ നമ്മൾ അരിച്ചെടുത്ത ഈ വെള്ളം ഉണ്ടല്ലോ, നല്ലപോലെ തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം. നല്ലപോലെ തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇങ്ങനെ നമ്മൾ തിളപ്പിച്ചെടുക്കുന്ന ഈ വെള്ളത്തിനുണ്ടല്ലോ, ഈ സമയത്ത് ഒരു ലൈറ്റ് വയലറ്റ് കളറാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഇതിനൊരു മാജിക് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാനൊരു ജാറിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്തേക്കാണ്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടിട്ട് നല്ലപോലെ അതിനെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ കണ്ടോ, ഇപ്പോഴും നിങ്ങൾക്കൊരു വയലറ്റ് കളർ കാണാൻ പാടില്ല. എന്നൊക്കെ ഒരു വയലറ്റ് കളറിലല്ലേ ഇത് കാണുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് അരമുറി ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ആ സമയത്താണ് ചെമ്പരത്തിപ്പൂവിൻ്റെ ജ്യൂസിൻ്റെ ഭംഗി മൊത്തം നമുക്ക് കാണാൻ പറ്റണത്. ഈ ചെറുനാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കണ വഴി ഒളിഞ്ഞിരുന്ന ചെമ്പരത്തിപ്പൂവിൻ്റെ കളറെല്ലാം പുറത്തേക്ക് ഇപ്പോൾ വരും കേട്ടോ. കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. കൊതിച്ചു പോകണില്ലേ. എനിക്ക് ശരിക്കും ഡയറക്റ്റ് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതവും കൊതിയും തോന്നി കേട്ടോ. ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയും സുന്ദരിയായ നമ്മുടെ ചെമ്പരത്തി ജ്യൂസിനെ നമുക്ക് ഒരു ഗ്ലാസിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അല്ലേ. അപ്പോൾ ഈ ഗ്ലാസിൻ്റെ അകത്തേക്ക് ഒഴിക്കുന്നതിന് മുമ്പേ ഞാനൊരു 5 മിനിറ്റ് മുമ്പ് കുറച്ച് നമ്മുടെ ചിയാ സീഡ്സ് ഇല്ലേ, ആ ചിയാ സീഡ്സ് വെള്ളത്തിലിട്ടൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് 2 ഗ്ലാസ്സിലും കൂടിയിട്ട് ഞാൻ കുറേശ്ശെ ഒരു 2 സ്പൂൺ വെച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ചെമ്പരത്തിയുടെ ആ ജ്യൂസ് ഇതിൻ്റെ അകത്തേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ ആ ജ്യൂസ് 2 ഗ്ലാസ്സിലേക്കുമായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് വേറെ ആർക്കുമല്ല, ഒന്ന് എനിക്കും ഒന്ന് എൻ്റെ ഹസ്ബൻഡിനുമാണ്. സത്യം പറഞ്ഞ് ഇത് കണ്ടുവച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ഗ്ലാസ് എടുത്തൊന്ന് കുടിക്കണമെന്ന് തോന്നണില്ലേ? ശരിക്കും തോന്നും കേട്ടോ. കാരണം അത്രയ്ക്ക് ഭംഗിയും അത്രയ്ക്കും ടേസ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് ഞാനിപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടും എനിക്ക് വേണ്ടിയിട്ടും ഞാനിത് ഇപ്പം കുടിച്ച് കാണിക്കണതാണ് കേട്ടോ. എന്നാ ടേസ്റ്റ് എന്നറിയാമോ? നല്ല രുചിയാണ്. ഒരു വെറൈറ്റി ജ്യൂസാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ചെമ്പരത്തിപ്പൂവിൻ്റെ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് പഠിച്ചില്ലേ? അപ്പോൾ ചെമ്പരത്തിപ്പൂ എവിടെ കണ്ടാലും പൊക്കിക്കോ. വല്ലവരുമൊക്കെ നട്ടു വെച്ചേക്കണ ചെമ്പരത്തിപ്പൂ പറിക്കണതിനേക്കാൾ ഭേദം നമ്മളൊരു ചെടി നട്ട് അതിൽ നിന്നൊരു പൂവ് പറിച്ച്, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള അത്രയും പൂവ് പറിച്ചെടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. നമ്മളൊരു ചെടി നട്ട് വളർത്താലല്ലേ, അതൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യമല്ലേ. എനിവേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യട്ടോ. എല്ലാവർക്കും ജീവിതത്തിൽ സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ഫ്രം സാലീസ് പ്ലേറ്റ്.